ഹേയ് കുട്ടീസ്, എന്താ പരിപാടി? ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 4ാമത്തെ പാർട്ടാണ്. ഓഫീസിലെ ആദ്യ ദിവസം ആയതിനാൽ തന്നെ രേവതിക്കും പാർവണിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അഡ്വർടൈസിങ് കമ്പനി ആണെങ്കിലും 2 സെക്ഷൻ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ദേവ പല കമ്പനികളുടെയും പരസ്യ ഓർഡറുകൾ സ്വീകരിക്കുന്ന സെക്ഷനിലും ശിവ കമ്പനികൾക്ക് ആവശ്യമായ രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സെക്ഷനിലുമായിരുന്നു. ഓഫീസിലെത്തിയ പാർവണിയും രേവതിയും റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്കാണ് പോയത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കാണിച്ചതും ആ പെൺകുട്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ദേവിയും ശിവയും ദേവിയുടെ ക്യാബിനിലിരുന്ന് പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ദേവ കോൾ അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ച ശേഷം കോൾ കട്ട് ചെയ്തു. ശിവ, ന്യൂ അപ്പോയിന്റ്മെന്റ് 2 പേരിന്ന് വന്നിട്ടുണ്ട്. അവർ 2 പേരും എൻ്റെ സെഷനിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ സെഷനിൽ ഇപ്പൊ 2 അപ്പോയിന്റ്മെന്റ് വേണോ ദേവ? എന്താ അങ്ങനെ ഇപ്പൊ ചോദിക്കാൻ? അല്ല, ഞാൻ മാനേജ് ചെയ്യുന്ന സെഷനിലെ ഗ്രാഫിക് ഡിസൈനിങ്ങിലെ ടീമിൽ ഒരാളെ കൂടെ വേണമായിരുന്നു. അതാ. അതിനെന്താ, ഒരു സ്റ്റാഫിനെ ഞാൻ ആ സെഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് മീറ്റിങ്ങിനുള്ള സമയമായി. വാച്ച് നോക്കിക്കൊണ്ട് ശിവ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി. ദേവ തൻ്റെ മുമ്പിലുള്ള ഫയൽ തുറന്നു പുതിയ അപ്പോയിൻമെൻറ്റ്സ് നോക്കി. പാർവണ എൻ്റെ രേവതി. അവൻ ആ ബയോഡാറ്റ എടുത്തു. ഇതിൽ ആരെ ശിവയുടെ സെക്ഷനിലേക്ക് അയക്കും? അവൻ 2 ബയോഡാറ്റയും മാറി മാറി നോക്കി. രേവതി, ഈ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യാം. അവൻ നേരെ ഫോൺ എടുത്ത് റിസപ്ഷനിസ്റ്റിനെ വിളിച്ചു. ഹലോ അഞ്ജന, ആ പുതിയ എംപ്ലോയ്മെൻറ്റ്സിലെ രേവതി എൻ്റെ സെഷനിലേക്കും പാർവണയെ ശിവയുടെ സെഷനിലേക്കും അയക്കിട്ടാ. ഓക്കെ സാർ. അഞ്ജന കോള് കട്ട് ചെയ്തു. ഓ ഷിറ്റ്, നെയിം മാറിപ്പോയല്ലോ. ദേവ, നീ ഇത് ഏത് ലോകത്താ? അവൻ ദേഷ്യത്തോടെ അഞ്ജനയെ വിളിക്കാൻ ഫോൺ എടുത്തതും പുതിയ ക്ലയന്റ് അവനെ വിളിച്ചത് ഒരുമിച്ചായിരുന്നു. പാർവണ ആൻഡ് രേവതി, നിങ്ങളുടെ ജോബിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട്. രേവതി ദേവസാറിന്റെ സെഷനിലും പാർവണ ശിവസാറിന്റെ സെഷനിലാണ് കേട്ടാ. 4th ഫ്ലോറിലാണ് നിങ്ങളുടെ ഓഫീസ്. രേവതി അവിടുത്തെ ആര്യ മേഡത്തിനെയും പാർവണ ജേക്കബ് സാറിനെയും കണ്ടാൽ മതി. അത് പറഞ്ഞ് അഞ്ജന അവളുടേതായ ജോലി തിരക്കിൽ മുഴുകി. തുമ്പി, എനിക്ക് പേടിയാവുന്നൂടി. ഇവരെന്തെങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തേ? എൻ്റെ ധൈര്യമാണ് നീ. രേവതി അവലാതിയോടെ പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ടടി. 2 പേടിത്തൊണ്ടികളും കൂടെ 4th ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറിപ്പോയി. ലിഫ്റ്റിൽ കയറാൻ പേടിയായതുകൊണ്ട് അവർ സ്റ്റെയർ കയറിയാണ് പോയത്. 4th ഫ്ലോറിലെത്തിയപ്പോഴേക്കും 2 പേരും വേർത്ത് കുളിച്ചു. ഹലോ. അകത്തേക്ക് കയറിയതും ഒരു പെൺകുട്ടി അവരെ നോക്കി പുഞ്ചിരിച്ചു. മറുപടിയായി ഇരുവരും പുഞ്ചിരിച്ചു. പാർവണിയും രേവതിയല്ലേ? അതെ മാഡം. അവർ ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അയ്യോ മാഡം എന്നൊന്നും വിളിക്കണ്ട, ഞാൻ ശ്രുതി, നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നയാ. അത് പറഞ്ഞ് അവരെയും കൂട്ടി ശ്രുതി അകത്തേക്ക് നടന്നു. ആ ഫ്ലോറിനെ 2ആയാണ് വിഭാഗിച്ചിരിക്കുന്നത്. പാർവണ ശിവരാജ് സാറിൻ്റെ സെഷനിലാണ്. അത് പറഞ്ഞ് ശ്രുതി ആ സെഷനിലെ മെയിൻ ഹെഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ബ്രേക്ക് ടൈമിൽ മാത്രമേ പാർവണയ്ക്കും രേവതിക്കും തമ്മിൽ കാണാൻ പറ്റിയിരുന്നുള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ശ്രുതി അവരുമായി നന്നായി അടുത്തിരുന്നു. ഇതെന്താ സാധനം? ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ, വേറൊന്നുമില്ലേ? രേവതി പ്ലേറ്റിലെ ബർഗറിലേക്ക് നോക്കി ചോദിച്ചു. ഇവിടെ ഇതൊക്കെയുള്ളോ? ബർഗർ കഴിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞു. പാവമ്മ ഉണ്ടാക്കി തരുന്ന ദോശയും പുട്ടീനൊക്കെ വെറുതെ ഞാൻ കുറ്റം പറഞ്ഞു. ദൈവം തന്ന ശിഷ്യായിരിക്കും ഇത്. പാർവണ ബർഗർ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. തുമ്പിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ശ്രുതി അത് ചോദിച്ചതും പാർവണ അവളുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. ഇവൾ തുമ്പി എന്ന് വിളിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ഞാനും അങ്ങനെ വിളിച്ചേ. എനി പ്രോബ്ലം? പാർവണയുടെ മുഖഭാവം കണ്ട് ശ്രുതി സംശയത്തോടെ ചോദിച്ചു. ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ബ്രദറും സിസ്റ്ററും. അത് കേട്ട് രേവതി അവളെ തൂറിപ്പിച്ചു നോക്കി. 1 മിനിറ്റ്. അത് പറഞ്ഞ് ശ്രുതി അവളുടെ റിങ് ചെയ്യുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഡി,
നിനക്ക് അച്ഛനും അമ്മയും ഒരു അനിയനല്ലേ ഉള്ളത്, പിന്നെ നീ എന്തിനാ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞത്? രേവതി സംശയത്തോട് ചോദിച്ചു. അപ്പോഴേക്കും പാർവണ എന്തോ പറയാൻ നിന്നതും ശ്രുതി ഫോൺ കട്ട് ചെയ്ത് അവരെ നേർക്കിരുന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? അവൾ ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി. ഓക്കെ, അവൾ മറുപടി പറഞ്ഞു. ചേച്ചിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? രേവതി ശ്രുതിയോട് ചോദിച്ചു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, ഞാൻ ഒറ്റമോളാണ്. ദേവുവിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു സിസ്റ്റർ. ഓ, അപ്പം 2 പേർക്കും സിസ്റ്റർ ഉണ്ടല്ലേ? അവൾ അത് പറഞ്ഞ പ്ലേറ്റിലിരുന്ന് ബാക്കി ബർഗർ കൂടെ വായിലേക്ക് വെച്ചു. പാറു! ആരോ പിന്നിൽ നിന്ന് വിളിച്ചതും അവർ 3 പേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പാർവണ തലയിൽ കൈവച്ച് ടേബിളിലേക്ക് ചാരിയിരുന്നു. തൻ്റെ കഴിക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ എത്ര നേരമായി തന്നെ വെയിറ്റ് ചെയ്യണു. വേഗം വാ പാറു! അയാൾ പാർവണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് പാർവണയെ രേവതിയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ശേഷം അയാളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. ഞാനിപ്പോൾ വരാം, സാറ് നടന്നോളൂ, 5 മിനിറ്റ്, അവൾ ദയനീയമായി പറഞ്ഞു. അത് കേട്ടതും അയാൾ തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് അവരുടെ അരികിലിരുന്ന രേവതി അയാൾ കണ്ടത്. ഹായ്, ഇതാരാ ശ്രുതി? നോ അപ്പോയിൻമെൻ്റ് ആണോ? രേവതിയെ നോക്കി അയാൾ ചോദിച്ചു. അതെ സാർ, എൻ്റെ സെഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആണോ? ഓക്കെ, പേരെന്താ? രേവതി, അവൾ പറഞ്ഞു. ഓക്കെ രേവതി, ഐ ക്യാച്ച് യു ലേറ്റർ. അത് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു. ഓ മൈ ഗോഡ്! പാർവണ തലയ്ക്ക് കൈ കൊടുത്ത് സീറ്റിലേക്ക് ചാരിയിരുന്നു. എന്ത് തുമ്പി, എന്ത് പറ്റിയേ? രേവതി സംശയത്തോടെ ചോദിച്ചു. ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഭൂലോക കോഴിയാണ് അയാള്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് ശരിയാ ദേവു, സാർക്ക് ശരിക്കും ഒരു കോഴി സ്വഭാവമാണ്, ശ്രുതിയും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ആണോ? രേവതി അതിശയത്തോടെ ചോദിച്ചു. എന്നാൽ ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ആ കാലം വീണ്ടും വരും. അയാളുടെ പാറൊന്നും വിളി കേട്ടാൽ തന്നെ കാല് വരി തലയിലടിക്കാൻ തോന്നും. കാലൻ! പാർവണ അത് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൾ ഓടിപ്പടഞ്ഞു പോകുന്നു നോക്കി ശ്രുതിയും രേവതിയും ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനാണ് അവർ തമ്മിൽ കണ്ടത്. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് രേവതിയും പാർവണയും വീട്ടിലേക്ക് ഇറങ്ങി. ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ മുന്നോട്ട് നടക്കാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരു കുടയിലാണ് പോകുന്നത്. വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങിയതും ഒരു കാറ് വന്ന് ചെളി തെറിപ്പിച്ച് മുന്നോട്ട് പോയതും ഒരുമിച്ചായിരുന്നു. പാർവണയുടെ ഡ്രസ്സിൽ മുഴുവൻ ചെളിയായി. അവൾ ദേഷ്യത്തോടെ കാറിന് പിന്നാലെ ഓടി. അത്യാവശ്യമായി ഒരു ഫയൽ എടുക്കാനായി വീട്ടിലേക്ക് ശിവ വരികയായിരുന്നു. അപ്പോഴാണ് കാറിന് പിന്നിൽ ഒരു പെൺകുട്ടി ഉറക്കെ വിളിച്ച് കൂവിക്കൊണ്ട് ഓടുന്നത് കണ്ടത്. അവൻ പെട്ടെന്ന് കാറ് നിർത്തി. പാർവണ കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടിയത് അവൻ ഗ്ലാസ് നിർത്തി. പെട്ടെന്ന് കാറിനുള്ളിലിരിക്കുന്ന ശിവയെ കണ്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. എന്താ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. എന്താടാ, തനിക്ക് കണ്ണു കണ്ടൂടെ? അവൾ ദേഷ്യത്തോടെ കൂടെ ചോദിച്ചു. എനിക്ക് നല്ല വ്യക്തമായിട്ട് കണ്ണു കാണും. ഇത് ചോദിക്കാനാണോ നീ എൻ്റെ കാറിന് പിന്നാലെ ഓടിയത്? അവന് അതേ രീതിയിൽ മറുപടി പറഞ്ഞു. എന്നാൽ തൻ്റെ ആ മത്തങ്ങ കണ്ണു വെച്ച് നോക്ക്. തൻ്റെ കാറ് പോയപ്പോൾ എൻ്റെ ഡ്രസ്സിലേക്കാണ് മുഴുവൻ ചെളി തെറിച്ചേ. അവൾ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, റോഡായ കുഴി ഉണ്ടാവും, മഴ പെയ്ത് വെള്ളം നിറഞ്ഞൊന്നും വരും, ചിലപ്പോൾ വണ്ടി പോയാൽ നടക്കുന്നവരുടെ മേലിൽ ചെളി തെറിച്ചു എന്നൊക്കെ ഇരിക്കും. ദോ, തെറ്റ് ചെയ്തിട്ട് താൻ അധിക പ്രസംഗം പറയണം, അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡി, നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞാണ് കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. അവളുടെ കൈ തിരിച്ചുകൊണ്ട് അവനും പറഞ്ഞു. അവൾ വേദന കൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചു. പിന്നെ താൻ പറഞ്ഞ അനുസരിക്കാൻ ഞാൻ തൻ്റെ ഭാര്യയൊന്നല്ല, ഞാൻ ഇനിയും കൈ ചൂണ്ടി സംസാരിക്കും, അവൾ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ, എൻ്റെ ഭാര്യ നീ ഇങ്ങനെ സംസാരിക്കാൻ നിന്റെ നാവ് പൊങ്ങില്ലായിരുന്നു, നിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കായിരുന്നു. പിന്നെ താൻ എന്നെ തല്ലുമ്പോൾ എൻ്റെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോവല്ലോ. എന്നെ തല്ലിയ ഞാനും തല്ലും, ഭർത്താവാണെന്നും നോക്കില്ല. പിന്നെ നീ കുറെ എന്നെ തല്ലും, ഭാര്യയായ ഭാര്യയുടെ സ്ഥാനത്ത് വെക്കണം, അല്ലെങ്കിൽ ഏത് സമയം അടി വാങ്ങുന്ന സമയം കാണും. അവരുടെ സംസാരം കേട്ട് രേവതി അന്തം വിട്ട് നിൽക്കുകയാണ്.
അവരുടെ വർത്താനം കേട്ട ശരിക്കും ഭാര്യയും ഭർത്താവാന്നേ തോന്നുള്ളൂ. തുമ്പി മതി, വാ പോവാം. രേവതി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്കടി, ഒരു മിനിറ്റ്, ഇയാളെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എൻ്റെ പട്ടി പറയുന്നു എന്നോട് സോറി. തന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ എനിക്കറിയാം. തുമ്പി, നിന്നോടല്ലേ പറഞ്ഞു വരാൻ. രേവതി അവളുടെ കൈ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. തന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് പാർവണ എന്നല്ല. അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പോടി. അവൻ കാറ് മുന്നോട്ടെടുത്തുകൊണ്ട് പറഞ്ഞു. നീ പോട പട്ടി. പാർവണ കാറിൽ പോകുന്ന ശിവയെ വിളിച്ചു പറഞ്ഞു. എന്താ ശിവ, ഒരു ഫയൽ എടുത്തു വരാനാണ് ഇത്രയും ടൈം? ശിവയുടെ കയ്യിലുള്ള ഫയൽ വാങ്ങിക്കൊണ്ട് ദേവ ചോദിച്ചു. ഒരു വായാടി മനുഷ്യന്റെ സമയമെല്ലാം കളഞ്ഞു, നാശം. അത് പറഞ്ഞ ശിവ തിരക്കിട്ടുകൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. ശിവയ്ക്ക് പിന്നാലെ ദേവയും ഫയലുമായി കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. 2 ദിവസമായി ദേവയും ശിവയും നല്ല തിരക്കിലാണ്. അവർ ഇരുവരെയും ഡ്രീം പ്രോജക്റ്റുകളിലൊന്നായ മൺസൂൺ കമ്പനികളുമായുള്ള പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റിലായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ. വീട്ടിലെത്തിയ പാർവണ കുളി കഴിഞ്ഞ് ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴവൾ മുഖം വീർപ്പിച്ചിരിക്കുക തന്നെയാണ്. എന്താ തുമ്പി, എന്തിനങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണേ? നമുക്കറിയാത്ത ഏതോ ഒരാൾ എന്തോ പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണേ? അതൊക്കെ വിട്ടേക്ക്. അവളെ സമാധാനിപ്പിക്കാനായി രേവതി പറഞ്ഞു. ഇതങ്ങനെ വിടാൻ പറ്റില്ല ദേവു. അയാൾക്ക് പണമുള്ളതിൻ്റെ അഹങ്കാരാണ്. അത് തീർത്തു കൊടുക്കാൻ എനിക്കറിയാം. ഒരു അവസരം കിട്ടട്ടെ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അല്ലെങ്കിൽ അവളുടെ ദേഷ്യത്തെക്കുറിച്ച് രേവതിക്ക് നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ പിന്നീടൊന്നും പറയാൻ പോയില്ല. രാത്രി ആയപ്പോഴേക്കും പാർവണ ഏറെക്കുറെ ഓക്കെ ആയിരുന്നു. അവർ ഇരുവരും ഭക്ഷണമെല്ലാം കഴിച്ച് റൂമിലേക്ക് കിടക്കാനായി വന്നു. സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന രേവതി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കേട്ട് അവൾക്ക് എന്തോ സംശയം തോന്നി. എന്താ ദേവു, എന്താ പറ്റിയേ? പാർവണ ചോദിച്ചു. ഒന്നുമില്ല. അവൾ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. നീ ആരോടെ കള്ളം പറയണേ? എൻ്റെ ദേവു സത്യം പറ, എന്താ കാര്യം? അവൾ രേവതിയോട് വീണ്ടും വീണ്ടും ചോദിച്ചു. അത് കേട്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനറലരികിലേക്ക് അകലേക്ക് നോക്കി നിന്നു. എന്താ കാര്യം? അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പാർവണ ചോദിച്ചു. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. അതിനെന്താ? അത് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുവണ്ണേ. അത് പിന്നെ ഒരു നല്ല കല്യാണോത്സവം വന്നിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും ഇഷ്ടമായി ഇത്ര. എന്നോട് ഞായറാഴ്ച അവിടേക്ക് വരാൻ പറഞ്ഞു. ഓ, അതാണോ കാര്യം? ഞാൻ എന്താണോ എന്ന് വിചാരിച്ചു. ഇതിനാണോ നീ ഇത്ര സങ്കടപ്പെട്ടിരിക്കണേ? നിനക്ക് സമ്മതമല്ലെങ്കിൽ ഒരു കല്യാണം നടക്കില്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളോ. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറയാം, നീ പേടിക്കാണ്ടിരിക്കേ. വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ഓഫീസിൽ പോകണ്ടല്ലേ. അത് പറഞ്ഞ പാർവണ ബെഡിൽ വന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞതും രേവതി അവളുടെ അരികിൽ വന്ന് കിടന്നു. രാവിലെ ശിവ പതിവിലും വൈകിയാണ് എഴുന്നേറ്റത്. ഓഫീസിലെ 2 ദിവസത്തെ തിരക്കുകൾ ദേവയും ശിവയും ഒരുപോലെ തളർത്തിയിരുന്നു. രാവിലെ തന്നെ ശിവയുടെ ആയ മായുടെ കോൾ കേട്ടാണ് അവൻ ഉറക്കുണർന്നത്. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ, ഇന്നലെ സാറിൻ്റെ സെഷനിലെ ന്യൂ അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ് തിരക്കിലായത് കാരണമാണ് അതറിയിക്കാതിരുന്നേ. ഇന്ന് ആ കുട്ടിയായിട്ട് ഒരു നേരിട്ടുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്യട്ടെ. കമ്പനിയിലെ ബോണ്ടിനെ കുറിച്ചും മറ്റു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും സാറല്ലേ പറയണ്ടേ? ഓക്കെ, ഒരു 10 മണിയാകുമ്പോൾ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. അവരുടെ പേരെന്താണ്? പാർവണ എന്നാണ്. പാർവണ, ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തു കൊടുത്ത ആദം ബിൽഡേഴ്സ് അവരുടെ മറ്റൊരു പാർട്ട്ണർ ഗ്രൂപ്പിൻ്റെ ആഡ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സാറിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. സാറ് ഫ്രീ ആവുന്ന സമയം പറഞ്ഞാൽ അവരെ അറിയിക്കായിരുന്നു. ഇന്ന് വേറെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? ഇല്ല സാർ, 2 ദിവസം തിരക്കായതിനാൽ സാറിനെ വേറെ മീറ്റിംഗ് ഒന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അവരോട് കമ്പനിയിലേക്ക് വരാൻ പറയോ? ഓക്കെ സാർ. അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ശിവ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ശിവ ഫ്രഷായി താഴേക്ക് വന്നിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണ്
ദേവ ജോഗ്യം കഴിഞ്ഞ് അകത്തേക്ക് വന്നത്. ഗുഡ് മോർണിംഗ് ദേവ. വെരി ഗുഡ് മോർണിംഗ്. നീ എന്താ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റേ? അതെ, കുറച്ച് ലേറ്റായി. 2 ദിവസം ഫുള്ള് ടെൻഷനായിരുന്നല്ലോ. വേഗം പോയി റെഡി ആവാൻ നോക്ക്. അത് പറഞ്ഞ് ദേവ മുകളിലേക്ക് കയറിപ്പോയി. എടി വേഗം ഇറങ്ങ്, എന്തൊരു ഇത്. നീ ഇത് ഓഫീസിലേക്കാണോ അത് കല്യാണത്തിനാണോ പോണേ? പാർവണ കണ്ണാടിയിൽ നിൽക്കുന്ന രേവതിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. കല്യാണത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും പറഞ്ഞ രീതിയിൽ തന്നെ പോണം. നീ കേട്ടിട്ടില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന്? അതെ അതെ, നീ വേഗം വരാൻ നോക്ക്. അത് പറഞ്ഞ് അവർ വീട് പൂട്ടി നേരെ ഓഫീസിലേക്ക് നടന്നു. രേവതി, ശ്രുതി വന്ന് വിളിച്ചപ്പോൾ രേവതി ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി നോക്കി. തന്നെ സാറ് വിളിക്കുന്നുണ്ട്, സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലട്ടാ. ക്യാബിനിലേക്കാ? രേവതി പേടിച്ചോണ്ട് ചോദിച്ചു. പേടിക്കൊന്നും വേണ്ട, സാറ് പാവാ. തന്നെ അപ്പോയിൻമെന്റ് അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ചില കണ്ടീഷനും മറ്റും പറയാൻ വേണ്ടി വിളിക്കുന്നതാ. താൻ എന്തായാലും ചെല്ല്. അത് പറഞ്ഞ് ശ്രുതി അവളുടെ സീറ്റിലേക്ക് ഇരുന്നു. രേവതി പേടിച്ച് സാറിന്റെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം ഇൻ സർ? ആരോ വിളിച്ചതും ദേവ ഫയലിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും രേവതിയും ദേവയും ഒരുമിച്ച് ഞെട്ടിയിരുന്നു. പിള്ളേരെ കമൻ്റ് ഇട്ടോളൂട്ടാ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അറിയിക്കുന്നേ. ഞാൻ നിങ്ങളുടെ ഒരു മെമ്പറല്ലേ. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് നാളെ കാണാവേ. ബൈ.